ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു എന്താ ഒരു പാട്ടൊക്കെ വെച്ച് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്നുള്ള പാട്ടൊക്കെ വെച്ച് നല്ല കാലൊക്കെ എടുത്തല്ല അടിപൊളിയായിട്ട് പ്രേമിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഗോവിന്ദൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ. അപ്പോൾ ഈ മുറിയിൽ നിന്ന് ശബ്ദം കേട്ടുകൊണ്ട് രാധിക അതിലെ വന്നു കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ നടന്ന് കളിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് രാധിക ഞെട്ടിപ്പോയി. അപ്പോൾ ഇവള് കള്ളത്തരം കാണിച്ചതാ, ഇവക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം രാധികയ്ക്ക് മനസ്സിലായി. അത് രാധികയ്ക്ക് മാത്രം മനസ്സിലായാൽ പോരല്ലോ, അത് ഗോവിന്ദനെയും കൂടെ കാണിക്കണ്ടേ ഗീതു അഭിനയിക്കുകയാണെന്നുള്ളത്. അങ്ങനെ രാധിക എന്ത് ചെയ്തു, വയ്യാത്ത നടുവും വെച്ച് ഏന്തി വലിഞ്ഞു ചെന്ന് ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് വരിക ഗീതുവിൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റുക, അമ്മ എന്തിനാ ഇങ്ങനെ ഈ വയ്യാതെ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോണേന്ന് ചോദിച്ചപ്പോൾ, നീ നിൻ്റെ ഭാര്യയ്ക്ക് വയ്യെന്നും പറഞ്ഞുകൊണ്ട് അവളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഓഫീസിൽ പോലും പോകാതെ കയറിയിരിക്കുമല്ലേ, അവളുടെ തനിനിറം എന്താണെന്ന് നീ കാണാൻ പറഞ്ഞു. അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചപ്പം, നീ വാ കണ്ണാ, എൻ്റെ കൂടെ നീ വാ, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ കയ്യിലും പിടിച്ചു ഏന്തി വലിഞ്ഞ് ദേ ഇവരുടെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനോട് പറഞ്ഞു, നീ കതക് തുറന്ന് നോക്കാൻ പറഞ്ഞു. കതക് തുറന്ന് നോക്കി നമ്മുടെ ഗോവിന്ദൻ. പതുക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ, ആ പാട്ടൊക്കെ തന്നെ വെച്ച് നമ്മുടെ ഗീതു കട്ടിലേൽ നീണ്ടു നിവർന്ന് അങ്ങനെ ഇരുന്ന് കൈ കൊണ്ടും അങ്ങനെയൊക്കെ ആക്ഷനുകളൊക്കെ കാണിച്ച് ആ പാട്ടിന് വേണ്ടി ഇങ്ങനെ പാട്ട് പാടുന്നു, ചൂണ്ടാനൊക്കെ കൊണ്ട് പാട്ട് പാടുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് ചിരി വന്നു. ഗോവിന്ദൻ ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ നേരെ അമ്മയ്ക്ക് മുന്നിലേക്ക് വന്നു. കണ്ടോ, നീ കണ്ടോ? ആ, ഞാൻ കണ്ടു, ഇനിയിപ്പോൾ അമ്മയൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു രാധികയോട്. അങ്ങനെ രാധിക ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗീതു കട്ടിലേൽ നിവർന്നിരുന്നിട്ട് ഇങ്ങനെ പാട്ടിനൊത്ത് കൈകൊണ്ട് താളം പിടിക്കുക. ഈശ്വരാ, എടാ കണ്ണാ, ഇതേ ഇവളെന്നെ കള്ളിയാണെന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പറയുവാണ്. അമ്മ ഇങ്ങ് വന്നേന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അന്നേരം രാധികയും വിളിച്ച് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ആ ഇതാരാ, കണ്ണേട്ടനോ? എന്താ കണ്ണേട്ടാ, എന്താ അമ്മ എന്തിനാ കണ്ണേട്ടൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നത്? അമ്മയ്ക്ക് വയ്യാതെ എന്തിനാ അമ്മ ഇങ്ങനെ നടക്കാനൊക്കെ പോയെന്നൊക്കെ ചോദിച്ച് ഗീതു ഇങ്ങനെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ. എടി, നീ എന്ത് കള്ളത്തരമാടി കാണിക്കുന്നത്? ഇത്രയും നേരം നീ ഇവിടെ ഇതിൽ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നല്ലോ, ഇപ്പം നീ എങ്ങനെ കട്ടിലേ കയറിയിരുന്നതെന്നൊക്കെ ഇങ്ങനെ രാധിക ചോദിച്ചപ്പം, എൻ്റെ ദൈവമേ, ഞാൻ ഡാൻസ് കളിച്ചെന്നോ? അമ്മയ്ക്ക് എന്താ പറ്റി? ഈ വയ്യാത്ത കാലും വെച്ച് ഞാൻ എങ്ങനെ ചെയ്തെന്നാ? അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു ഭയങ്കര അഭിനയം ഗീതു. അപ്പോഴേക്കും ഗീതു ഇങ്ങനെ എഴുന്നേറ്റ്, കണ്ണേട്ട എന്നൊന്ന് പിടിച്ച കണ്ണേട്ടാന്നൊക്കെ പറഞ്ഞ് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു കണ്ണനെ കൊണ്ട് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ ഈ പുള്ളിക്കാരി അതായത് രാധിക ഗീതുവിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്. അങ്ങനെ ഗീതു ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്നെ എപ്പോഴും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എന്തിനാ അമ്മേ? എനിക്ക് പറ്റുമെങ്കിലും ഞാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഇവിടെ കയറി ഇരിക്കുമോ? എൻ്റെ കണ്ണേട്ടനെ കൊണ്ട് ഇതുപോലെ ജോലിയൊക്കെ ചെയ്യിക്കുമോ? ഞാൻ ഓഫീസിൽ പോവില്ലേ? അമ്മയ്ക്ക് വെറുതെ തോന്നിയതാ അമ്മയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിഷമിക്കേണ്ട മോൾ, അവിടെ വന്ന് ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ രാധികയുടെ മുന്നിൽ വെച്ച് തന്നെ ഗീതുവിനെ ചേർത്ത് പിടിച്ച് അവിടെ കസേരയിൽ കൊണ്ടുവന്ന് അങ്ങിരുത്തി. ആ, ഞാൻ ഇരിക്കാൻ കണ്ണേട്ടാന്ന് പറഞ്ഞ് ചെന്ന് ഗീതു ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അമ്മേ കണ്ടോ, ഗീതുവിന് ഒട്ടും നടക്കാൻ വയ്യ, അമ്മയ്ക്ക് തോന്നിയത് മറ്റും ആവും, അമ്മ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഇനിയും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അത് വഷളാക്കരുത് അമ്മ പ്ലീസ്, എനിക്കത് അമ്മയോട് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പറഞ്ഞു ഗോവിന്ദൻ അങ്ങ് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഗീതുവിനുള്ള എന്തോ എടുക്കാനാണെന്നും പറഞ്ഞു. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ, ഹെടി നീ എന്തൊക്കെ അഭിനയങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്, നിൻ്റെ കാലിന് ഒരു കുഴപ്പമില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, നീ അറിഞ്ഞുകൊണ്ട് നീ ഗോവിന്ദനെ വലയിലാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതല്ലേടി എന്നൊക്കെ ചോദിച്ചപ്പോൾ, അയ്യോ അമ്മേ, ഇതൊക്കെ അമ്മയുടെ വെറും തോന്നല, അമ്മയ്ക്ക് എന്തോ മെൻ്റലി കുഴപ്പമുണ്ട്, കറണ്ട് അടിപ്പിച്ചാലേ അതങ്ങ് ശരിയായിക്കോളും, ഒരു കാര്യം ചെന്ന് കറണ്ട് അടിപ്പിക്കുമ്പോൾ അമ്മയുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുക ഇല്ലേ, ആ ഒരു സെറ്റപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് രാധികയെ എടുത്തിട്ട് പൂശി അങ്ങ് വിട്ടു നമ്മുടെ ഗീതു. രാധിക നേരം മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ അവിടെ ഇരിക്കുക. അങ്ങനെ ഗീതുവും ഗോവിന്ദനും കൂടിയുള്ള സ്നേഹം കണ്ട് രാധികയുടെ കിളി പറഞ്ഞിരിക്കും കേട്ടോ. ഗീതു ആണെങ്കിലോ കിട്ടിയ അവസരം മുഴുവൻ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഈ പെണ്ണുപിള്ളയെ തകർത്ത് തരിപ്പണമാക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ്റെ സ്നേഹം അത് ഗീതുവിന് കിട്ടരുതെന്ന് രാധിക എത്രത്തോളം ആഗ്രഹിക്കുന്നു, അതേ സമയത്ത് ഗോവിന്ദേട്ടൻ്റെ സ്നേഹം കൊണ്ടേ താൻ പോകൂ എന്നുള്ള ആ ഒരു വെല്ലുവിളി രാധികയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ ഗീതു നടത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെ ഇവർ തമ്മിൽ ആ സംസാരമൊക്കെ കഴിഞ്ഞ് രാധിക പിന്നെ ചട്ടി അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ ഗീതുവിനെ കാണാനായിട്ട് റൂമിലേക്ക് നമ്മുടെ അവർണിക വന്നു കഴിഞ്ഞപ്പോൾ ഗീതു കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നു, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഗീതുവിനെ കണ്ടപ്പോൾ അവർണികയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നെന്താ ഗോവിന്ദ് സാറ് ഗീതുവിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗോവിന്ദേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഗോവിന്ദേട്ടൻ ഇപ്പോൾ അങ്ങ് പോയതാണെന്നൊക്കെയുള്ള കാര്യമൊക്കെ പറയാം. അങ്ങനെ ഇവർ ഇപ്പോൾ ഉള്ളൊരു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ഗോവിന്ദനെക്കുറിച്ച് ഒരുപാട് നമ്മുടെ ഗീതു സംസാരിക്കും കേട്ടോ. അപ്പോൾ ഈ കിഷോർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണല്ലോ അവർണികയ്ക്ക്. അപ്പം അതിനൊരു ക്ലാരിറ്റി വേണം, അത് എങ്ങനെ തുടങ്ങി വെക്കും അല്ലെങ്കിൽ അത് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളൊരു ടെൻഷനും കൂടി ഉണ്ട്. ആ സമയത്താണ് ഗീതു ഇങ്ങനെ ഗോവിന്ദേട്ടൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാനോളം സംസാരിക്കുന്നത്.
അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പിന്നെ ഗീതു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാട്ടോ, അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഗീതുവിന് എത്രമാത്രം ഇഷ്ടം ഗോവിന്ദ് സാറിനോടുണ്ട് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അല്ല, അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗീതു തൻ്റെ മനസ്സിലുള്ള ആ ഒരു വലിയ ലോകം ഉണ്ടല്ലോ അതങ്ങ് തുറന്നു. അങ്ങനെ ഗോവിന്ദിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഗീതുവിന് ഗോവിന്ദിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും നമ്മുടെ ഗീതു വാചാലയായി ഒരുപാട് സംസാരിച്ചു. ഗോവിന്ദേട്ടൻ്റെ കരുതൽ, അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ തലോടുന്നത്, കൊണ്ടു നടക്കുന്നത്, ഇതൊക്കെ ഗീതു പറയാം. അതുപോലെ വാനോളം ഗീതുവിന് ഗോവിന്ദനോടുള്ള പ്രണയത്തെപ്പറ്റിയും ഇഷ്ടത്തെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആ ഒരു സ്നേഹവും ഇതെല്ലാം ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു എത്രത്തോളം ഗോവിന്ദനെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ അവർണികയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവർണിക പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം ഗീതു എന്ന്. ക്ഷമിക്കാനോ? എന്തിനാ ഞാൻ തന്നോട് ക്ഷമിക്കുന്നത്? അല്ല, ഞാൻ ഗീതുവിനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്കതിന് സത്യമായ കാര്യങ്ങൾ മനസ്സിലായതെന്ന് പറഞ്ഞു. തെറ്റിദ്ധരിക്കാനോ? എന്നെ തെറ്റിദ്ധരിക്കാൻ എന്ത് കാരണം ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ അവർണിക കിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ് ഗീതുവിനോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തകർന്നു പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, അവൻ പറഞ്ഞുണ്ടാക്കിയ ഒരു അവഖ്യാതികൾ അത്രത്തോളം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ ആ മുഖമൊക്കെ അങ്ങ് മാറി, മുഖഭാവം മാറിയിട്ട് ഇവൻ ചെയ്ത അന്ന് കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളൊക്കെ ഒരു നിമിഷത്തേക്ക് നമ്മുടെ ഗീതു ആലോചിക്കുക. അങ്ങനെ ഗീതു ആലോചിച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർണികയ്ക്ക് മനസ്സിലായി, ഗീതാഞ്ജലിക്ക് അത് വിഷമമായി എന്നുള്ള കാര്യം. ഞാൻ ഗീതുവിനോടുള്ള അടുപ്പം കൊണ്ട് പറഞ്ഞതാട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവർണികയ്ക്ക് ഇത് എന്നോട് തന്നെ വന്ന് ചോദിക്കാൻ തോന്നിയല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരം തൻ്റെ കിച്ചുവിനെയും തന്നെയും എനിക്ക് നേരിട്ട് കാണണം. ഇന്ന് ബീച്ചിൽ നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കണം. അവിടെ വെച്ച് അവർണികയുടെ സംശയത്തിനുള്ള എല്ലാ ക്ലാരിഫിക്കേഷനും ഞാൻ തന്നോളാം. അതുപോലെ കിച്ചു ഉണ്ടായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും എൻ്റെ അരികിൽ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവർണികയോട് പറയാം. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളായിട്ട് നിന്ന് ഗീതു സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർണികയ്ക്കും ആകെ ടെൻഷനായി. വൈകുന്നേരം വന്നു കഴിയുമ്പോഴത്തേനും കിച്ചുവിന് എന്താണ് അവർണികയ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്ന സമ്മാനം എന്നുള്ളത് അറിയില്ലല്ലോ. അതുപോലെയാണ് ഗീതു സംസാരിച്ചത്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ശരി വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞ് അവർണിക അവിടെ നിന്ന് പോയിട്ടോ. അവർണിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു അവിടെ നിന്നും വാവിട്ട് കരയുക. കാരണം അത്രത്തോളം കിഷോർ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ ഓർത്തിട്ട് അങ്ങനെ നെഞ്ചു പൊട്ടി കരയുന്ന നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ വന്നപ്പോൾ ഗീതു ഇരുന്ന് കരയുന്നതാണ് കാണുന്നത്. ഗോവിന്ദനെ കണ്ടപ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ഗീതു ഭയങ്കര കരച്ചിൽ. അപ്പം എന്താ മോളെ, എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇവിടെ എന്തെങ്കിലും വഴക്കുണ്ടായോ? എന്താ അവർണികയുടെ മുന്നിൽ വെച്ച് അമ്മയും നീ തമ്മിൽ വഴക്കുണ്ടാക്കിയോ? അതോ അമ്മ നിന്നോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? ഞാൻ പോയപ്പോൾ നീ ഭയങ്കര സന്തോഷവതിയായിരുന്നല്ലോ, തിരിച്ചു വന്നപ്പോൾ നീ എന്താ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ? നിനക്ക് എന്താ പറ്റിയത്? നീ ഒന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ കൂടുതൽ നിർബന്ധിക്കുന്നു. അങ്ങനെ കൂടുതൽ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എൻ്റെ പേഴ്സണൽ പ്രശ്നമാണെന്നും ഈ വീട്ടിലെ ആരുമായി അത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലെന്നും ഇതിന് ഞാനാണ് പരിഹാരം കണ്ടെത്തേണ്ടതെന്നും കരഞ്ഞുകൊണ്ട് പറയുക ഗീതു. അങ്ങനെ ഗീതു ആ കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ വേദനയോട് കൂടി ഇങ്ങനെ ഗോവിന്ദനോട് പറഞ്ഞു. പക്ഷെ ആരോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ കണ്ണേട്ടനോട് പറയും. അതിനുവേണ്ടി ഞാൻ എൻ്റെ മനസ്സൊന്ന് പാകപ്പെടുത്തട്ടെ, ഒരല്പസമയം എനിക്ക് തരണം, ഞാൻ എൻ്റെ കണ്ണേട്ടനോടെല്ലാം പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഗോവിന്ദനുമായിട്ട് നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ അങ്ങനെ കൂളായിട്ട് ഇരിക്കാൻ പറഞ്ഞു ഗോവിന്ദൻ. നിനക്ക് സമയമുള്ളപ്പോൾ നിൻ്റെ മനസ്സ് എപ്പോൾ പാകപ്പെടുന്നോ ആ സമയത്ത് നീ എന്നോടത് പറഞ്ഞാൽ മതി. അതിനപ്പുറം നീ എന്നോടൊന്നും പറയണ്ട. നീ ആദ്യം ഒന്ന് കൂളാകും, ഒന്ന് റിലാക്സ് ആവെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക. ഇന്ന് കിച്ചുവിൻ്റെ അന്ത്യം കുറിക്കുന്ന ദിവസമാണ് നമ്മുടെ ഗീതു. കാരണം അവൻ ഇനി വെറും പടവായി എന്ന് തന്നെ കരുതിയാൽ മതി. കാരണം ഗീതു ഒരു കാര്യം നിശ്ചയിച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചുവല്ല സാക്ഷാൽ രാധിക വന്നു നിന്നാലും തോറ്റു തുന്നം പാടത്തേ ഉള്ളൂ. അങ്ങനെ ആ ഒരു കാര്യം അവിടെ നടന്നു. ഈ സമയത്ത് നമ്മുടെ അവർണിക വീട്ടിൽ ചെന്നു കിച്ചുവിനെ കണ്ട് കിച്ചുവായിട്ട് സംസാരിക്കുന്നു. കിച്ചുവിൻ്റെ വാക്കും കേട്ട് ഞാൻ അവളോട് ഗീതുവിനോട് ആ രീതിയിലൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ സംസാരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ അല്ലെങ്കിൽ ഇങ്ങനെ ആയേനെ എന്നൊക്കെ പറയാം. ഇന്ന് വൈകുന്നേരം നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണണമെന്ന് ഗീതു ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗീതു ബീച്ചിലേക്ക് വരും, നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലണം. അങ്ങനെ ഇന്ന് വൈകുന്നേരം നിന്റെ സംശയത്തിനും എൻ്റെ സംശയത്തിനും അല്ലെങ്കിൽ അറിഞ്ഞതിനുമുള്ള എല്ലാത്തിനും ഉത്തരം ഗീതു തരും. അത് ഗീതു പറയുന്നത് നമ്മളോട് രണ്ടുപേരോടും ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കിഷോർ ഞെട്ടിപ്പോയി, തൻ്റെ അവസാനം ഒന്നായി എന്നുള്ളത്. ഇന്ന് സംസാരിക്കും നമ്മുടെ
നമ്മളോട് കാര്യങ്ങളെല്ലാം ഗീതുവിൻ്റെ കാമുകൻ ആരായിരുന്നുവെന്നും ഗീതുവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതെല്ലാം ഗീതു ഇന്ന് എന്നോടും നിന്നോടുമായിട്ട് പറയും. അത് കേൾക്കാൻ നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങും വരത്തില്ല, കാരണം ഗീതു പുതിയ കഥയുണ്ടാക്കി പറയുന്നതാണെന്നുള്ള രീതിയിൽ ഇയാൾ സംസാരിച്ചു. അത് കേട്ടപ്പോൾ അപർണികയ്ക്ക് ദേഷ്യം വന്നു. ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. ഗീതു ചീത്തയാണെന്ന് നീ എത്ര ലാഘവത്തോടെയാണ് പറഞ്ഞു വിട്ടത്. ഗീതുവിൻ്റെ ഭാഗത്തെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ഗീതുവിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഗീതു എന്നോടും നിന്നോടും വന്ന് നിന്ന് സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് നിനക്കെന്താ അത്ര പേടി? നീ എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കാം. ഇന്ന് വൈകുന്നേരം നമ്മൾ രണ്ടുപേരും ചേർന്ന് ഗീതുവിനെ കാണാൻ ബീച്ചിലേക്ക് പോകും. നമ്മൾ രണ്ടുപേരും അവിടെ ചെല്ലാത്ത പക്ഷം ഗീതു തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. എന്താ അത് വേണോന്ന് ചോദിച്ചു. അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോണമെന്നും പറഞ്ഞ് അപർണിക ഇവനെ എടുത്തിട്ട് പെരുമാറുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചു തീർന്നു. കിച്ചുവിൻ്റെ അവസാനം കണ്ടവരാരും ഇല്ലെന്ന് കിച്ചുവിന് മനസ്സിലായി. ഇന്നത്തോടുകൂടി കിച്ചുവിൻ്റെ ജീവിതവും ജോലിയും അതുപോലെ ഭർത്താവ് പദവിയും എല്ലാം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം മനസ്സിലാക്കി പേടിച്ച് വിറച്ച് കിച്ചു ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.